ശ്രോതാക്കൾ കർത്താവിന്റെ നിസ്തുല്യ നാമത്തിൽ വീണ്ടും സ്നേഹവന്ദനം നൽകുന്നു. മാറ്റമില്ലാത്ത ദൈവവചനം നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഈ ആയുസ്സിൽ കർത്താവ് തന്ന വിലയേറിയ അവസരമായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം നിങ്ങളിൽ എത്തിക്കുവാൻ സഹായിച്ചുള്ള എല്ലാ ദൈവമക്കളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആയിരങ്ങൾക്ക് പതിനായിരങ്ങൾക്ക് അനുഗ്രഹമാകുന്ന വിടുതലാകുന്ന ഈ സന്ദേശം വീണ്ടും ടെലികാസ്റ്റ് ചെയ്യുവാൻ നിങ്ങളുടെ സഹായം ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. യേശു കർത്താവിൻ്റെ മടങ്ങിവരവും അനന്തര സംഭവങ്ങളും കഴിഞ്ഞ ചില ആഴ്ചകളായി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശുവിൻ്റെ മടങ്ങിവരവിൻ്റെ ലക്ഷണമായി മാർഗീയ ലക്ഷണങ്ങൾ അഥവാ യേശുവിൻ്റെ മടങ്ങിവരവെടുക്കുമ്പോൾ ദൈവസഭയുടെ അവസ്ഥ എന്തായിരിക്കുമെന്നാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പഠിപ്പാനിടയായത്. അതിൽ കർത്താവിൻ്റെ സഭ അപണ്ഡനീയമായ പീഡകളിലൂടെ കടന്നു പോകുവാൻ സാധ്യതയുണ്ടെന്നും ചില രാജ്യങ്ങളിലെങ്കിലും ചിലയിടങ്ങളിലെങ്കിലും ദൈവസഭ പീഡിപ്പിക്കപ്പെടുമെന്നും ദൈവത്തിൻ്റെ സഭ പീഡിപ്പിക്കപ്പെടുന്ന നിമിത്തം അവിടെ ദൈവസഭ തളരുകയല്ല വളരാനിടയാകും. അനേകർ ഈ സത്യമാർഗം അറിയുവാൻ ഇടയാകും. യേശു കർത്താവ് ഏകരക്ഷിതാവെന്നും ഏകസത്യ ദൈവമെന്നും വെളിപ്പെടുന്ന ദിനങ്ങൾ അടുത്തു വരുന്നുവെന്നും പഠിപ്പാനിടയായി. മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിൽ യേശു കർത്താവ് തന്നെ തൻ്റെ വരവിനെക്കുറിച്ച് ലോകാവസാനത്തെക്കുറിച്ച് അടയാളമായി പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ വിചിന്തനം ചെയ്യുന്നത്. അതിൽ 24-ാം അധ്യായം 12-ാം വാക്യത്തിൽ യേശു ഇങ്ങനെ പറഞ്ഞു, അധർമ്മം പെരുകുന്നത് കൊണ്ട് പലരുടെയും സ്നേഹം തണുക്കും. മാർഗീയ ലക്ഷണത്തിൽ രണ്ടാമതായി ചിന്തിക്കേണ്ടത് അധർമ്മത്തിൻ്റെ വർധനവും സ്നേഹത്തിൻ്റെ കുറവുമാണ്. ഒരു കാലത്ത് ക്രിസ്തീയ സഭ പരസ്പര സ്നേഹവും കരുതലുമുള്ള കൂട്ടമായിരുന്നു. തമ്മിൽ ഭയങ്കര സ്നേഹമായിരുന്നു, കരുതലായിരുന്നു. ഒരാളിൻ്റെ സങ്കടം, കൂട്ടുവിശ്വാസിയുടെ സങ്കടം എൻ്റെ സങ്കടമെന്ന് കാണുന്നവരായിരുന്നു. ഒരാളുടെ ഉയർച്ച എൻ്റെ ഉയർച്ച, മറ്റൊരാളുടെ അനുഗ്രഹം എൻ്റെ അനുഗ്രഹം. ആ നിലയിൽ സഹോദര സ്നേഹം, കൂട്ടായ്മ ബന്ധമുള്ള അനുഭവമായിരുന്നു ക്രിസ്തീയ സഭയ്ക്കുണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് വിശുദ്ധിയുടെ പരകോടി പറയുന്ന വിശ്വാസത്തിൻ്റെ അത്യുച്ഛതയിൽ നിൽക്കുന്ന പറയുന്ന പെന്തക്കോസ്ത് സഭകൾ പോലും ആ വിഷയത്തിൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സ്നേഹം തണുത്തുപോയിക്കൊണ്ടിരിക്കുകയാണ്, തണുത്തുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പരസ്പര കരുതൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന് പകരമായി കുറ്റാരോപണങ്ങളും പരസ്പരം ദൂഷണങ്ങളും ഒക്കെ പെരുകുന്നൊരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ പല പ്രഭാഷണ വേദിയിലും പറയാറുണ്ട്, ഒരു കാലത്ത് രണ്ട് ദൈവമക്കൾ തമ്മിൽ കാണാൻ കൊതിയായിരുന്നു, കൊതി. അവർ തമ്മിൽ കണ്ടാൽ അവരെ വേർപിടിക്കുവാൻ പാടായിരുന്നു. രണ്ട് ദൈവമക്കൾ തമ്മിൽ കണ്ടാൽ ആലിംഗനം ചെയ്യുമായിരുന്നു, ചുംബിക്കുമായിരുന്നു. അവർ തമ്മിൽ കാണുമ്പോൾ പറയുന്നൊരു പദം കൊരിന്ത്യർ ലേഖനത്തിലുണ്ട്. 1 കൊരിന്ത്യർ ലേഖനം 16-ാം അധ്യായം 22-ാം വാക്യമാണ്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, കർത്താവിനെ സ്നേഹിക്കാത്തവൻ ശപിക്കപ്പെട്ടവൻ, നമ്മുടെ കർത്താവ് വരുന്നു. കർത്താവിനെ സ്നേഹിക്കാത്ത ഏവനും ശപിക്കപ്പെട്ടവൻ, നമ്മുടെ കർത്താവ് വരുന്നു. വേദപുസ്തകം എഴുതപ്പെട്ട ഭാഷയിൽ, ഗ്രീക്ക് ഭാഷയിൽ 2 പദങ്ങൾ മാറാനാഥ, അനാഥമ എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നു. മാറാനാഥ എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവ് വരുന്നു. അനാഥമ എന്ന് പറഞ്ഞാൽ അവനെ സ്നേഹിക്കാത്ത ഏവനും ശപിക്കപ്പെട്ടവൻ. പണ്ട് വിശ്വാസികളുടെ എവിടെ വെച്ച് കണ്ടാലും കർത്താവ് വരുന്നു, കർത്താവ് വരുന്നു, കർത്താവ് വരുന്നു. ഇതായിരുന്നു ദൈവസഭയുടെ പ്രത്യാശ. ദൈവമക്കൾ തമ്മിൽ കണ്ടാൽ പറയാൻ അതേ ഉള്ളായിരുന്നു. പക്ഷെ ഇന്ന് കാലങ്ങൾ മാറിയിരിക്കുന്നു. ഒരു കാലത്ത് ക്രിസ്തീയ സഭയുടെ പാട്ടുകൾ ഏറിയ പങ്കും പ്രത്യാശ ഗാനങ്ങളായിരുന്നു. യേശുവിൻ്റെ മടങ്ങിവരവ്, മടങ്ങിവരവ്, മടങ്ങിവരവ് എന്നത് മാത്രമായിരുന്നു കഷ്ടകാലത്ത്, പ്രതിസന്ധിയുടെ വേളയിൽ ക്രിസ്തീയ സഭയുടെ ആശയും ആഗ്രഹവും ആവേശവുമായിരുന്നത്. എത്രയോ 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 പ്രത്യാശ ഗാനങ്ങൾ പാടിയാലും മതിവരാത്ത നമുക്കുണ്ട്. കാന്തനെ കാണുവാൻ ആർത്തി വളരുന്നേ, ഇല്ല പ്രത്യാശ മറ്റൊന്നിലും. മൾപ്രിയനെ ഇത്തരയിൽ നിന്നു നിൻ ശുദ്ധരെ ചേർത്തിടമേ. അങ്ങനെ എത്രയെത്ര പാട്ടുകൾ. കത്തുകത്തേകനായി നിൻവരെ ഓർത്തു ഞാൻ. അങ്ങനെ എത്രയെത്ര പാട്ടുകൾ. കത്തുകത്തേകനായി നിൻവരെ ഓർത്തു ഞാൻ. എത്ര കാലമായി ഞാൻ കാത്തിരിക്കുന്ന കർത്താവേ എന്ന് പ്രത്യാശയുടെ ഗാനങ്ങൾ. അങ്ങനെ എത്രയോ അനുഗ്രഹീതമായ ഗാനങ്ങളുണ്ടായിരുന്നു. ഇന്ന് ആ ഗാനങ്ങൾ അപൂർവമായി മാത്രം പാടുന്ന അവസ്ഥയിലേക്കായി. ഇന്ന് ജനം ഭൗതികത വർദ്ധിച്ചപ്പോൾ, ഞെരുക്കം മാറിയപ്പോൾ, ഇടുക്കം മാറിയപ്പോൾ കർത്താവിൻ്റെ വരവിൻ്റെ പ്രത്യാശയ്ക്കും മങ്ങൽ ഭവിച്ചു.
ഇന്ന് കർത്താവിൻ്റെ മടങ്ങിവരവിൻ്റെ പ്രസംഗം പോലും കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. അങ്ങനെ സംഭവിക്കുമെന്ന് വേദപുസ്തകത്തിലുണ്ട്. മണവാളൻ വരാൻ താമസിച്ചു എന്ന് ചിന്തിച്ച് അവർ മയക്കം പിടിച്ച് ഉറങ്ങുവാൻ തുടങ്ങി. ഗാഠനിദ്രയിലേക്കായി. യജമാനൻ ഉടനെയെങ്ങും വരില്ല എന്ന അവസ്ഥയിലേക്ക് യജമാനനെ എതിരേൽപ്പാൻ പുറപ്പെട്ട കാത്തിരുന്ന കന്യകുമാരുടെ ഉപമയിൽ കർത്താവ് പറഞ്ഞതുപോലെ സംഭവങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു കാലത്ത് പരസ്പര സ്നേഹവും വിശ്വാസവും ഉള്ള സമൂഹമായിരുന്നു ക്രിസ്തീയ സഭകൾ. പരസ്പരം പോരടിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നു. വിശ്വാസത്തിൻ്റെ പേരിൽ, പള്ളികളുടെ പേരിൽ തെരുവിൽ അടിയുണ്ടാക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നു. കാലങ്ങളായി നിലനിൽക്കുന്ന കേസുകൾ കാണുന്നു. ഇതൊക്കെ നിമിത്തം ക്രിസ്തീയ ദൈവസഭ ജാതികളുടെ മധ്യത്തിൽ ദൂഷിക്കപ്പെടുകയാണ്. പെന്തക്കോസ്ത് സഭകളിൽ പോലും അതിൻ്റെ അതിപ്രസരം നമുക്ക് കാണുവാൻ കഴിയും. യേശു കർത്താവിൻ്റെ സഭയുടെ ഉത്ഭവകാലം മുതൽ യേശു കർത്താവിൻ്റെ മടങ്ങിവരവ് വരെയുള്ള കാലഘട്ടത്തെ 7 തിരിച്ചുകൊണ്ട് 7 സഭകൾക്കുള്ള ദൂതുകൾ വെളിപ്പാട് പുസ്തകം നമുക്ക് കാണാൻ കഴിയും. എഫെസോസ് സഭ, സ്മുർന സഭ, പെർഗമോസ് സഭ, തുയത്തൈര സഭ, ലവോദിക്കൻ കാലഘട്ടം വരെയുള്ള 7 കാലഘട്ടത്തിലൂടെ ദൈവസഭ കടന്നു പോകുന്ന രംഗങ്ങളാണ് യഥാർത്ഥത്തിൽ അവിടെ എഴുതിയിരിക്കുന്നത്. അതിൽ എഫെസോസ് സഭ, എഫെസോസ് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ആഗ്രഹിക്കപ്പെട്ടവളെന്നാണ്. ആഗ്രഹിക്കപ്പെട്ടവളെന്നാണ്. ഇതുപോലെ അനുഗ്രഹിക്കപ്പെട്ടൊരു സഭയായിരുന്നു എഫെസോസ് സഭ. 1-ാം നൂറ്റാണ്ടിലെ സഭയ്ക്ക് സാദൃശ്യമാണ് എഫെസോസ് സഭ. ആ സഭയെക്കുറിച്ച് ഒത്തിരി പ്രശംസാവാചകങ്ങൾ വെളിപ്പാട് 2-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളുണ്ട്. ഞാൻ നിന്റെ പ്രയത്നം അറിയുന്നു, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്ത ഞാൻ അറിയുന്നു. ഇങ്ങനെ അനേക പ്രശംസാവാചകങ്ങൾ, ഏതാണ്ട് 7ഓളവും പ്രത്യേകതകൾ. ഞാൻ നിന്റെ കഷ്ടത അറിയുന്നു, ഇങ്ങനെ സഹിഷ്ണുത അറിയുന്നു. 7ഓളം പ്രശംസാവാചകങ്ങൾ എഫെസോസ് സഭയെക്കുറിച്ച് പരിശുദ്ധാത്മാവ് പറയുന്നുണ്ട്. പ്രയത്നം, പ്രവൃത്തി എന്ന് പറഞ്ഞാൽ സുവിശേഷാത്മാവുള്ള സഭയായിരുന്നു. എളിയവരെ ആദരിക്കുന്ന സഭയായിരുന്നു. ദരിദ്രന്റെ കണ്ണുനീര് കണ്ടാൽ മറികടക്കാതെ അവൻ്റെ കണ്ണുനീരൊപ്പുന്ന സഭയായിരുന്നു 1-ാം നൂറ്റാണ്ട് സഭ. സുഖേന പോയി തീ കായാൻ പറയില്ലായിരുന്നു. കഷ്ടതയിൽ കണ്ണുനീരൊപ്പുമായിരുന്നു. അതുപോലെ വിശ്വാസത്തിന് വേണ്ടി നിന്നു. ദുരുപദേശങ്ങളെ പകയ്ക്കുമായിരുന്നു. ഏറിയ കഷ്ടതയിലും വിശ്വാസം കാക്കുമായിരുന്നു. ഇങ്ങനെ അനേക നന്മ കാര്യങ്ങൾ ആ സഭയെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരു കൃപാവരത്തിനും കുറവില്ലാത്ത സഭ. എന്നാൽ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ആ സഭയെക്കുറിച്ച് പരിശുദ്ധാത്മാ പറഞ്ഞു, നിന്റെ ആദ്യ സ്നേഹം വിട്ടുപോയി എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറയാനുണ്ട്. ആദ്യ സ്നേഹം നഷ്ടമായി സഭയ്ക്ക്. ആദ്യ സ്നേഹം പോയി. നമ്മൾ വേദപുസ്തകം പഠിച്ചാൽ, കൊരിന്ത്യർ ലേഖനം പഠിച്ചാൽ നമ്മൾ വായിക്കുന്നത് മുമ്പേ പറഞ്ഞതുപോലെ വിശ്വാസതീഷ്ണതയുള്ള പരിശുദ്ധാത്മാവിൻ്റെ ആലോചനയിൽ നടന്ന സുവിശേഷാത്മാവുള്ള സൽപ്രവർത്തികൾ ശുഷ്കാന്തി കാണിച്ച ദൈവസഭ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അയവിലേക്ക് മാറി. അയവെന്നൊരർത്ഥവും കൂടെ അതിന് വന്നു. പല കാര്യത്തിൽ അയവ് കാണിക്കാൻ തുടങ്ങി. പിറുപിറുപ്പ് 1-ാം നൂറ്റാണ്ടിലെ സഭയിൽ തന്നെ ആരംഭിക്കുന്ന കാണാം. കോടതി കയറ്റം, ദുർനടപ്പ്, ഇവയൊക്കെ ഇതിനകത്ത് വന്നു. പരസ്പരം കുറ്റാരോപണം, അങ്ങോട്ടും ഇങ്ങോട്ടും പിറുപിറുക്കുക, കുറ്റപ്പെടുത്തുക, ഉപദേശത്തിൽ അയവ് സംഭവിക്കുക, ഇതൊക്കെ സംഭവിക്കുന്നതായി തുടർന്നുള്ള സഭാചരിത്രത്തിലും എഫെസോസ് സഭയുടെ അവസാനത്തിലും അത് സംഭവിക്കുന്ന കാണാം. പക്ഷേ കർത്താവ് പറഞ്ഞു, ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക, നീ ഏതിൽ നിന്ന് വീണു ഇരിക്കുന്നു എന്നോർത്ത് നിന്റെ ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക എന്ന് ദൈവസഭയോട് മുന്നറിയിപ്പ് നൽകി. അല്ലെങ്കിൽ ഞാൻ നിന്നെ അവൻ്റെ വായിൽ നിന്ന് ഉമ്മിണ്ണുകളയുമെന്ന് കർത്താവ് പറയുന്നു. ഇന്നത്തെ ക്രിസ്തീയ ലോകത്തോടും വിശ്വാസ സമൂഹത്തോടും പരിശുദ്ധാത്മാവിന് പറയാനുള്ള സന്ദേശം എന്താണ്? നീ നിന്റെ ആദ്യ വിശ്വാസവും ആദ്യ സ്നേഹവും നഷ്ടപ്പെട്ടു. അതുകൊണ്ട് റിമെമ്പർ, റിപ്പന്റ്, റിപ്പീറ്റ് എന്ന സന്ദേശം ദൈവം നൽകി. കഴിഞ്ഞകാല ദൈവപ്രവൃത്തി ഓർക്കുക, മാനസാന്തരപ്പെടുക, ആ പ്രവൃത്തികൾ ആവർത്തിക്കുക എന്ന് പറഞ്ഞു. പ്രിയ സ്നേഹിതരെ, ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ ക്രിസ്തീയ സഭ സ്നേഹം നഷ്ടപ്പെട്ടു, പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ടു, തമ്മിൽ പോരിന് വിളിക്കുന്നവരായി മാറി. വിലയേറിയ കാര്യങ്ങളെക്കാൾ വില കുറഞ്ഞതിൻ്റെ പുറകാലെ പോകുന്നു. തെരഞ്ഞെടുപ്പുകൾ, വോട്ടുപിടുത്തങ്ങൾ, കക്ഷി വൈരാഗ്യങ്ങൾ, ഗ്രൂപ്പിസങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ വിസ്തൃതിക്ക് വേണ്ടി ചിലവാക്കേണ്ട പണവും ഊർജവും ഒക്കെ ഇന്ന് അവനവൻ്റെ സിംഹാസനങ്ങൾ നിലനിർത്തുവാൻ വേണ്ടി, അവനവൻ്റെ കസേര ഉറപ്പിക്കുവാൻ വേണ്ടി, എങ്ങനെ വിധേനയും അധികാരങ്ങൾ പിടിച്ചടക്കുവാൻ വേണ്ടി നെട്ടോട്ടം ഓടുകയാണ്. ആ ലെവലിലേക്ക് ദൈവസഭ മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്ത കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നിങ്ങൾ ഭാരപ്പെടേണ്ട കാര്യമില്ല. കർത്താവ് പറഞ്ഞു അങ്ങനെ സംഭവിക്കുമെന്ന്. അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയ സ്നേഹിതരെ, നമുക്കറിയാം മിസ്രൈമിലേക്ക്
അബ്രഹാമിൻ്റെ സന്തതി പോകേണ്ടി വരുമെന്ന് ദൈവം അബ്രഹാമിനോട് പറഞ്ഞു. കുറച്ചു കാലം പ്രവാസകാലത്തിലേക്ക് പോകേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ് ദൈവം നൽകി. എന്നാൽ പ്രവാസത്തിലേക്ക് പോകുന്ന അല്ലെങ്കിൽ മിസ്രൈമിലേക്ക് പോകുന്ന ഇസ്രായേൽ ജനത്തിന് 4-ാം തലമുറയ്ക്ക് ഒരു പുറപ്പാടുണ്ട് എന്ന് ദൈവം അബ്രഹാമിനോട് മുന്നറിയിപ്പ് നൽകിയിരുന്നു. നാം പുറപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നത്, യോസഫിൻ്റെ കാലത്ത് ക്ഷാമം ഉണ്ടായപ്പോൾ യോസഫ് അവിടെ ഉണ്ടായതുകൊണ്ട് യാക്കോവിൻ്റെ അല്ലെങ്കിൽ യോസഫിൻ്റെ സഹോദരന്മാർ യാക്കോവ് ഉൾപ്പെടെ, ഗോത്രപിതാവായ യാക്കോവ് ഉൾപ്പെടെ മിസ്രൈമിലേക്ക് പോകുന്നു. യോസഫ് ധനകാര്യമന്ത്രി ആയതിനാൽ അന്നത്തെ ഫറവോൻ അവരോട് സ്നേഹം കാണിച്ചു. അവർക്ക് കൃഷി ചെയ്യുവാൻ ഇടം നൽകി. പക്ഷെ നമ്മൾ വായിക്കുന്നവർ വർദ്ധിച്ചു പെരുകാൻ തുടങ്ങി. അവർ പെരുകിക്കഴിഞ്ഞപ്പോൾ മിസ്രൈമിൽ അവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും അപ്പോൾ ലഭിച്ചു. മിസ്രൈമിൽ സൗകര്യങ്ങൾ വർദ്ധിച്ചപ്പോൾ ഇസ്രായേൽ ജനം തങ്ങൾ പരദേശികൾ എന്ന കാര്യം മറന്നുപോയി. തങ്ങൾ പരദേശികൾ എന്ന കാര്യം മറന്ന് മിസ്രൈമിൽ കൂടാരക്കുറ്റി അവരടിക്കാൻ തുടങ്ങി. ഇതാണ് സ്വന്തം നാടെന്ന ചിന്തയിൽ അവർ മാറിയപ്പോൾ നമ്മൾ വിശുദ്ധ ബൈബിളിൽ വായിക്കുന്നു, യോസഫിനെ അറിയാത്ത ഒരു ഫറവോനെ ദൈവം എഴുന്നേൽപ്പിച്ചു. കഠിനമായ വേലകൾ, പീഡകൾ വർദ്ധിപ്പാൻ തുടങ്ങി. അവിടെ ഒത്തിരി കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. പീഡ വർദ്ധിച്ചു. അവരുടെ കുഞ്ഞുങ്ങളെ നീലനദിയിൽ വലിച്ചെറിയാൻ തുടങ്ങി. ഈ രാജ്യം വിട്ടുപോകരുത്, ഇവിടെ തന്നെ ഇവർ കിടക്കണമെന്ന് വെച്ച് ഫറവോൻ അവൻ്റെ കൂട്ടരും ഇസ്രായേൽ മക്കളെ ഞെരുക്കുവാൻ തുടങ്ങി, പീഡിപ്പിക്കുവാൻ തുടങ്ങി. അപ്പോൾ പരദേശികളെന്ന് മറന്ന് കൂടാരക്കുറ്റി മിസ്രൈമിൽ അടിച്ചു താത്ത് ഇത് സ്ഥിരവാസമെന്ന് ചിന്തിച്ച് അവർ കഴിഞ്ഞപ്പോൾ യോസഫിനെ അറിയാത്തൊരു ഫറവോനെ ദൈവം എഴുന്നേൽപ്പിച്ചു. ആയിരക്കണക്കിന് വേദികളിൽ ഞാൻ പറയുന്നത്, പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങളോട് പറയാം, ക്രിസ്തീയ സഭ, ദൈവസഭ തങ്ങൾ പരദേശികളെന്ന് മറന്നാൽ, താമസിക്കുന്നിടം സ്വന്തം നാടമായി കണ്ടാൽ, കൂടാരക്കുറ്റി ആഞ്ഞടിച്ചാൽ, യോസഫിനെ അറിയാത്ത ഫറവോനെ ദൈവം എഴുന്നേൽപ്പിച്ചതുപോലെ ദൈവം ചില അധികാരികളെ എഴുന്നേൽപ്പിക്കും. അടി തുടങ്ങിയപ്പോൾ അവർ പാടാൻ തുടങ്ങി, എൻ്റെ ദേശം ഇവിടെയല്ല, ഞാനിവിടെ പരദേശിയാണ്, ഞാൻ അന്യനാണ്, മേലിലുള്ളത്രേ ഞാൻ അന്വേഷിക്കുന്നത്. അക്കരയ്ക്ക് യാത്രയും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടണ്ട എന്നൊക്കെ അവർ പാടാൻ തുടങ്ങി. പ്രിയ സ്നേഹിതരെ, എന്ത് പരിശുദ്ധാത്മാവിലാണ് ഞാൻ പറയുന്നത്. ഇന്നത്തെ സഭകളുടെ പോക്ക് വളരെ ദാരുണമാണ്. അധപ്പതനത്തിലേക്കാണ്, നാശത്തിലേക്കാണ്, തകർച്ചയിലേക്കാണ്. ദൈവത്തിന്റെ വഴിവിട്ടുള്ള ഈ പോക്കിന് നേരെ ദൈവം ചിലപ്പോൾ ഭരണാധികാരികൾ എഴുന്നേൽപ്പിച്ചെന്ന് വരാം. ദൈവം ചിലരെയൊക്കെ കുലുക്കും. ചില പീഡകളിലൂടെ ദൈവസഭയെ നടത്തുന്നത് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചതുപോലെ ഇതിനു വേണ്ടിയാണ്. നമ്മൾ ഇവിടുത്തുകാരല്ല എന്ന് ഓർപ്പിക്കാൻ വേണ്ടിയാണ്. നമ്മളിവിടെ അന്യരാണെന്ന് ഓർപ്പിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ നാട് ഇവിടെ അല്ലെന്ന് ഓർപ്പിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ സ്ഥിരവാസം ഇവിടെ അല്ലെന്ന് ഓർപ്പിക്കാൻ വേണ്ടിയാണ്. നമ്മൾ മേലെ രാജ്യത്തിന് വേണ്ടി കാത്തിരിക്കേണ്ടവരാണെന്നും യേശുവിൻ്റെ മടങ്ങി വരവിന് വേണ്ടി നമ്മൾ കാത്തിരിക്കേണ്ടവരാണെന്നും നമ്മെ അറിയിക്കാൻ വേണ്ടിയാണ് ഈ പീഡകളിലൂടെ, ഈ കഷ്ടങ്ങളിലൂടെ ദൈവം നമ്മെ ഇറക്കുന്നത്. ചിലപ്പോൾ ഇറക്കേണ്ടി വരും, ഇറക്കും. ദൈവം കൂടുകളെ കൂടെ ഇളക്കും, പറക്ക പഠിപ്പിക്കും, കാറ്റിനെ അടിപ്പിക്കും. ദൈവസഭകൾ ദൈവം ഇളക്കും. നമ്മൾ വായിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തിയിൽ കർത്താവ് ദൈവസഭയോട് കൽപ്പിച്ചത്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സുവിശേഷം അറിയിക്കാൻ വേണ്ടിയാണ്. ഭൂലോകത്തിലൊക്കെയും പോയി സുവിശേഷം അറിയിക്കേണ്ട ക്രിസ്തീയ സഭ വിറ്റ്, അവർക്കുള്ളതെല്ലാം വിറ്റ് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ടുവച്ച് അവരെല്ലാം ഭക്ഷിച്ച് സമത്വസുന്ദരമായി ഇരുന്ന് കൈയൊട്ടി പാടി ആരാധിച്ചു കൊണ്ടിരുന്നപ്പോൾ കർത്താവ് പറഞ്ഞത് ലോകം മുഴുവൻ പോകാനാണ്. സുവിശേഷത്തിന്റെ സാക്ഷിയാകേണ്ടവർ ദൗത്യം മറന്ന് തങ്ങളുടെ ഉല്ലാസങ്ങളിലും ആനന്ദത്തിലും മാത്രം മുഴുകിയപ്പോൾ ദൈവം എന്താ ചെയ്തത് നിങ്ങൾക്കറിയാം. അന്നത്തെ ഭരണാധികാരികളിലൂടെ ഘോരമായ പീഡകൾ അഴിച്ചുവിട്ടു. അവിടെ വായിക്കുന്നത്, ചിതറിപ്പോയവർ അവിടെ ഇവിടങ്ങളിൽ സഞ്ചരിച്ച് സുവിശേഷം അറിയിച്ചു. 1-ാം നൂറ്റാണ്ടിലെ സഭ, സുവിശേഷം അറിയിക്കേണ്ട സഭ, ലോകം മുഴുവൻ ചിതറേണ്ട സഭ, എല്ലാവരും കടന്നുപോയി സുവിശേഷം അറിയിക്കേണ്ട സഭ ഒരു സ്ഥലത്ത് കൂടിയിരുന്ന് ദൗത്യം മറന്ന് തങ്ങളുടേതായ സന്തോഷത്തിൽ മാത്രം മുഴുകിയപ്പോൾ ദൈവം തമ്പുരാൻ പീഡ അയച്ചു, ചിതറിപ്പിച്ചു, സ്കാറ്റേഡാക്കി. ചിതറാൻ തുടങ്ങിയപ്പോൾ അവർ ചെന്നിടത്തെല്ലാം സുവിശേഷം അറിയിച്ചു. അപ്പോൾ പാസ്റ്ററെന്നോ വിശ്വാസിയെന്നോ വ്യത്യാസമില്ല. പീലിപ്പോസും സ്തെഫാനോസും ഒക്കെ ശക്തിയോടെ സുവിശേഷം പറഞ്ഞു. അവിടങ്ങളിൽ സഭ പെരുകുവാൻ തുടങ്ങി. എനിക്ക് ദൈവാത്മാവിൽ എൻ്റെ പ്രഭാഷണം കേൾക്കുന്ന സ്നേഹിതരോട് പറയാനുള്ളത്, നാം ഇവിടുത്തുകാരല്ല എന്ന ചിന്തയിൽ ക്രിസ്തീയ സഭകൾ മാറിയാൽ ഇടയ്ക്കിടയ്ക്ക് ദൈവം യോസഫിനെ അറിയാത്ത ഫറവോന്മാരെ എഴുന്നേൽപ്പിക്കും. അപ്പോൾ ദൈവം അറിയാതെയല്ല ഇതെല്ലാം സംഭവിക്കുന്നത്. ദൈവം അറിഞ്ഞ, ദൈവം അനുവദിച്ച ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്.
വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ എഫെസോസിലെ സഭയുടെ ദൂതൻ എഴുതുക, 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചുകൊണ്ട് 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും അപ്പോസ്തലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാരെന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാരെന്ന് കണ്ടതും നിനക്ക് സഹിഷ്ണുതയുള്ളതും എൻ്റെ നാമനിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാതെ ഞാൻ അറിയുന്നു. അടുത്തതെങ്കിലും നിന്റെ ആദ്യസ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട്. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെട്ട ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ലാഞ്ഞാൽ ഞാൻ വേഗത്തിൽ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ ക്രൈസ്തവ സഭയോട്, ദൈവസഭയോട്, ദൈവമക്കളോട് കർത്താവിന് പറയാനുള്ളത് മാനസാന്തരപ്പെടണമെന്നുള്ളതാണ്. ഈ പ്രവൃത്തികൾ വിട്ട് മാനസാന്തരപ്പെടണം. ദൈവത്തിന് ഹിതമല്ലാത്ത പ്രവൃത്തികൾ വിട്ട്, വചനവിശുദ്ധിയിൽ നിന്ന് അകലുന്ന വിട്ട് മാനസാന്തരപ്പെട്ട ആദ്യത്തെ പ്രവൃത്തിക്കായി ദൈവസഭ ഏൽപ്പിക്കപ്പെടണമെന്നുള്ളതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്, പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്. ഞാൻ പറയുവാൻ ഉദ്ദേശിച്ചത്, എഫെസോസിലെ സഭയുടെ ദൂതൻ എഴുതുക, 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചുകൊണ്ട് 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നു. അപ്പോൾ ദൂതാരംഭിക്കുമ്പോൾ, സഭകൾക്കുള്ള ദൂതാരംഭിക്കുമ്പോൾ യേശു കർത്താവ് സഭയുടെ നടുവിലൂടെ ഉലാപിക്കൊണ്ടിരിക്കുകയായിരുന്നു. സഭയുടെ നടുവിലൂടെ ഉലാപുകയായിരുന്നു യേശു കർത്താവ്. സഭയ്ക്ക് നടുവിലാണ് ക്രിസ്തുവിൻ്റെ സ്ഥാനം. എന്നാൽ 3-ാം അധ്യായത്തിൽ, വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 20 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ, 3-ാം അധ്യായത്തിൻ്റെ 20 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ ഇങ്ങനെ കാണുന്നു. 3:20, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. പ്രിയപ്പെട്ടവരെ, സഭയുടെ നടുവിൽ ഉലാവിക്കൊണ്ടിരുന്ന നസ്രയനായ യേശു, സഭാനാഥൻ, 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ ഉലാവിക്കൊണ്ടിരുന്നവൻ, എഫെസോ സഭയിൽ ദൂതാരംഭിക്കുമ്പോൾ സഭയ്ക്ക് നടുവിൽ ഉലാവിക്കൊണ്ടിരുന്നവൻ ലവോദിക്കൻ കാലഘട്ടമായപ്പോൾ സഭയ്ക്ക് പുറത്തായി. സഭയുടെ പുറത്തു നിന്ന് കർത്താവ് മുട്ടുകിൻ്റെ അവസ്ഥ വന്നു. എന്താ അവിടെ വായിക്കുന്നത്? ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ആ പദങ്ങൾ ശ്രദ്ധിക്കണം. സഭയുടെ നടുവിൽ ഉലാവിയവൻ സഭയ്ക്ക് പുറത്തായി. കർത്താവിനെ പുറത്തിട്ട് വാതിലടച്ച് അകത്ത് വലിയ തമ്പേറടിയും വലിയ ആരാധന ബഹളമൊക്കെ ഉണ്ടെങ്കിലും യേശു അവിടെ ഇല്ലാത്ത അവസ്ഥ. ഇന്ന് പലയിടത്തെ അവസ്ഥ യേശു ഇല്ലാത്ത ആരാധനകളാണ്, ദൈവസാന്നിധ്യമില്ലാത്ത ആർപ്പും ബഹളവുമാണ്. കർത്താവിനെ, അവൻ്റെ വിശുദ്ധ വചനങ്ങളെ പുറത്ത് തട്ടിക്കളഞ്ഞിട്ട് ആരാധന എന്ന പ്രഹസനം പലയിടത്തും നടക്കുകയാണ്. ഇവിടെ യേശു പറഞ്ഞു, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? പൊതുസഭയോടുള്ള ഇടപാട് അവസാനിപ്പിച്ചിട്ട് വ്യക്തികളിലേക്ക് യേശു തിരിയുന്നു എന്നുള്ളതല്ലേ അതിൻ്റെ അർത്ഥം? പ്രിയ സ്നേഹിതരെ, ലോകം മുഴുവനെ കേൾക്കുന്ന സ്നേഹിതരെ, കൂട്ടമായൊരു ഉണർവിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കരുത്. കൂട്ടമായൊരു വിശുദ്ധീകരണത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കരുത്. ഒറ്റയൊറ്റ വ്യക്തികൾ ദൈവസ്ഥലം നെടുമ്പാട് വീഴുക, ഒറ്റയൊറ്റ വ്യക്തികൾ ദൈവത്തോട് നിലവിളിക്കുക, ഒറ്റയൊറ്റ വ്യക്തികൾ ദൈവത്തോട് അടുത്തു വരിക. കൂട്ടമായ ഉണർവിൻ്റെ കാത്തു നിൽക്കരുത്. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ സഭയ്ക്കുള്ള ദൂത്, വെളിപ്പാട് പുസ്തകം അവസാനിക്കുമ്പോൾ കർത്താവ് സഭയോട് പറയുന്ന ദൂത് നമുക്ക് നോക്കാം. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു. അവൻ പിന്നെയും എന്നോട് പറഞ്ഞത്, സമയമെടുത്തിരിക്കയാൽ ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുത്. അനീതി ചെയ്യുന്നവൻ ഇനി അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരും അവനവൻ്റെ പ്രവർത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. ഞാൻ അല്പയും ഉമയകയും ഒന്നാമനും ഒടുക്കത്തവനും ആദിയും അന്തവുമാകുന്നു. പ്രിയ സ്നേഹിതരെ, അവിടെ എഴുതിയിരിക്കുന്നു, അനീതി ചെയ്യുന്നവൻ ഇനി അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനി അഴുക്കാടട്ടെ, എന്നാൽ നീതിമാൻ ഇനിയും അധികം നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ. അപ്പോൾ കൂട്ടമായ ഉണർവിനേക്കാൾ വ്യക്തികളിലേക്ക് കർത്താവ് തിരിയുന്നു. എല്ലാവരുടെയും വിശുദ്ധീകരണവും എല്ലാവരുടെയും ഉണർവും നിങ്ങൾ നോക്കാതെ നിങ്ങൾ ഉണരുക, നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെടുക, നിങ്ങൾ ദൈവകൽപ്പന കേൾക്കുക, നിങ്ങൾ വിശുദ്ധി സൂക്ഷിക്കുക, നിങ്ങൾ വചനം അനുസരിക്കുക, നിങ്ങൾ പ്രമാണം അനുസരിക്കുക.
എല്ലാവരും എങ്ങനെയെന്ന് നോക്കി നിൽക്കാനുള്ള സമയമില്ലത്. യേശുക്രിസ്തുവിൻ്റെ വരവിൽ നിങ്ങൾ എടുത്തുകൊള്ളപ്പെടണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വിശുദ്ധിയെ തികയ്ക്കുക, വചനം കാക്കുക. പ്രിയ സ്നേഹിതരെ, സഹോദരങ്ങളെ, യേശു കർത്താവ് മടങ്ങി വരാറായി. അവൻ്റെ മടങ്ങി വരവിൻ്റെ മാറ്റുലിയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ദൈവസഭകൾ ആദ്യ സ്നേഹം നഷ്ടപ്പെടുത്തിയിരിക്കുന്നു, ആദമവിശുദ്ധി നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. സത്യത്തിൽ ക്രിസ്തീയ സഭകളെ നാട്ടുകാർ ഉപദേശിക്കേണ്ട അവസ്ഥയിലേക്ക് പോവുകയാണ്. കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് ചോദിച്ചതുപോലെ കാര്യം തീർക്കാൻ പ്രാപ്തരായ ആരും നിങ്ങളുടെ ഇടയിൽ ഇല്ലയോ എന്ന് ചോദിക്കത്തക്കവണ്ണം അന്യമതസ്ഥരായ ജഡ്ജിമാർ, വക്കീലന്മാർ ദൈവസഭകളുടെ കേസുകൾ വാദിക്കുന്ന അവസ്ഥകളിലേക്ക് നീങ്ങുന്നു. ക്രിസ്തീയ സഭകൾ തമ്മിൽ തെരുവിൽ കിടന്നടിക്കുന്നു. സമാധാന പുരുഷനായ ക്രിസ്തുവിൻ്റെ പേരിൽ പരസ്പരം വാഗ്വാദമുണ്ടാക്കുന്നു. അനേകം മാന്യന്മാരായ ജഡ്ജിമാർ വിളിച്ചു ചോദിക്കുന്നു. ഒരു കർണത്തടിച്ചാൽ മറുകരണം കാണിച്ചു കൊടുക്കാൻ പറഞ്ഞ, ഉടുപ്പെടുക്കുന്നവന് പുതപ്പുട വിട്ടുകൊടുക്കാൻ പറഞ്ഞ, ഒരു നാഴിക നടക്കാൻ പറഞ്ഞ, 2 നാഴിക നടക്കാൻ പറഞ്ഞ, നിങ്ങളുടെ ശത്രുക്കളെ കൂടെ സ്നേഹിപ്പീൻ എന്ന് അരുളി ചെയ്ത നസ്രയനായ യേശുവിൻ്റെ സ്ഥാനാപതികൾ എന്ന് പറയുന്നവർ ഇതാണോ ചെയ്യുന്നത്? ക്രിസ്തീയ ലോകം ക്ഷമയില്ലാത്തവരുടെ കൂട്ടമായി മാറുന്നു. അന്യോന്യം ക്ഷമിക്കാനോ മറക്കാനോ പൊറുക്കുവാനോ കഴിയാത്ത അവസ്ഥയിലേക്ക് നീങ്ങുന്നു. യേശുക്രിസ്തുവിൻ്റെ കാതലായ ഉപദേശങ്ങൾ, ഗിരിപ്രഭാഷണങ്ങൾ, അവയെല്ലാം തൃണവൽഗണിച്ചുകൊണ്ട് ഭൗതികതയുടെ പ്രകാലെ ആത്മീയ ലോകം ഓടിക്കൊണ്ടിരിക്കുന്നു. പ്രിയ സ്നേഹിതരെ, ഒരു കാലത്ത് നിങ്ങൾ വിശ്വാസത്തിലെത്തിയപ്പോഴുള്ള സ്നേഹം, സന്തോഷം, സഹകരണം നിങ്ങൾക്ക് പലയിടത്തൊന്നും ലഭിക്കുന്നില്ലെങ്കിലും ഭാരപ്പെടരുത്. യേശുവിൻ്റെ വരവെടുക്കുമ്പോൾ ഇങ്ങനെ സംഭവിക്കണം, ഇങ്ങനെ സംഭവിക്കും, ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. കർത്താവിന് നമ്മോട് പറയാനുള്ളത്, വിശുദ്ധനിനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. കുറെ നാളുകൾക്ക് മുമ്പ് ഞാൻ മുടിയൻ പുത്രനെ കുറിച്ച്, പ്രോഡിക്കൽ സണ്ണിനെ കുറിച്ച് പ്രസംഗിക്കുകയുണ്ടായി. പ്രോഡിക്കൽ സൺ, മുടിയനായ പുത്രൻ വീട്ടിലേക്ക് മടങ്ങി വന്നപ്പോൾ അപ്പൻ അവനെ സ്വീകരിക്കുന്നു, ചുംബിക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു, അവന് വേണ്ടി കാളയിറക്കുന്നു, അവിടെ സന്തോഷം ആരംഭിക്കുന്നു. എന്നാൽ അവൻ്റെ ജ്യേഷ്ഠ സഹോദരൻ അവനെക്കുറിച്ച് കുത്തുവാക്ക് പറയുന്നു, അവനെ ദ്രോഹിക്കുന്നു, അവനെ ആക്ഷേപിക്കുന്നു. എങ്കിലും ഈ മുടിയൻ പുത്രൻ വീട് വിട്ടു പോകുന്നില്ല. അവൻ പറയുന്നു, ആരെന്നെ ആക്ഷേപിച്ചാലും ആരെന്നെ നിന്ദിച്ചാലും ഞാൻ ഈ വീടിനി വിട്ടു പോകില്ല. എനിക്ക് അപ്പൻ്റെ സ്നേഹം ധാരാളം മതി. ഒരു ദൂത് ഞാൻ പറയാം. നീ ക്രിസ്തീയ സഭയിൽ നിലനിൽക്കേണ്ടത് സഹവിശ്വാസിയുടെ സ്നേഹം നോക്കിയല്ല, നടത്തിപ്പുകാരുടെ സ്നേഹം നോക്കിയല്ല, പാസ്റ്ററുടെ സ്നേഹം നോക്കിയല്ല, അച്ഛൻ്റെ സ്നേഹം നോക്കിയല്ല. നീ ദൈവസഭയിൽ നിലനിൽക്കേണ്ടത് ഉപദേഷ്ടാക്കന്മാരുടെ സ്നേഹം നോക്കിയല്ല, നിന്റെ വീണ്ടെടുപ്പുകാരൻ്റെ സ്നേഹം മാത്രം നോക്കിയായിരിക്കണം. അവൻ പറയുന്നത്, എൻ്റെ അപ്പൻ്റെ സ്നേഹം അത് കുറയാത്ത സ്നേഹമാണ്. ആ സ്നേഹം വിട്ട് ഞാൻ പോകില്ല. ആ സ്നേഹമുള്ള കാലത്തോളം എന്താക്ഷേപം സഹിച്ചു ഞാൻ ഇവിടെ കിടക്കും. പ്രിയ സ്നേഹിതരെ, യേശു കർത്താവ് മടങ്ങി വരാറായി. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യം കൂടെ വായിച്ചിട്ട് എൻ്റെ പ്രഭാഷണം ഞാൻ അവസാനിപ്പിക്കുന്നു. വെളിപ്പാട് പുസ്തകം 3:1 ഇങ്ങനെ പറയുന്നു, സർദീസിലെ സഭയുടെ ദൂതൻ എഴുതുക, ദൈവത്തിൻ്റെ ആത്മാവ് 7 നക്ഷത്രമുള്ളവൻ അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ജീവനുള്ളവൻ നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു. ഉണർന്നുകൊള്ളുക, ചാകാറായ ശേഷിപ്പോടെ ശക്തീകരിക്കുക. ഞാൻ നിന്റെ പ്രവൃത്തി എൻ്റെ ദൈവത്തിന് പൂർണ്ണതയുള്ളതായി കണ്ടില്ല. നമ്മുടെ പ്രവൃത്തികൾ ദൈവത്തിൽ പൂർണ്ണതയായി മാറട്ടെ. ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്നോർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും. ഏത് നാഴിക്ക് നിന്റെ മേൽ വരുന്നു എന്ന് നീ അറിയുമില്ല. അടുത്ത പദം, എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ എനിക്ക് സർദീസിലുണ്ട്. അവർ യോഗ്യന്മാരാകിയാൽ വെള്ള ധരിച്ചുകൊണ്ട് എന്നോടുകൂടെ നടക്കും. ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും. അവൻ്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ എൻ്റെ പിതാവിൻ്റെ സല്ലുവിൻ്റെ ദൂതന്മാരുടെ മുമ്പിലും അവൻ്റെ പേർ ഏറ്റുപറയും. ആത്മാവ് സൗളോട് പറയുന്നതെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. എലിയാവ് പറഞ്ഞു, ഞാനൊരുത്തനേ ഉള്ളൂ. ബാക്കി എല്ലാവരും പോയെന്ന് എലിയാവ് പറഞ്ഞപ്പോഴും പറഞ്ഞു, ബാലിന് മുട്ടുമടക്കാത്ത 7000 പേരെ ഞാൻ ശേഷിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ എഴുതിയിരിക്കുന്നു, എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറേ പേർ സർദീസിൽ എനിക്കുണ്ട്. ഈ പ്രഭാഷണം കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നമുക്കുള്ളത് പിടിച്ചുകൊള്ളുക, ഉടുപ്പും മലിനമാകാതെ സൂക്ഷിക്കുക. വളരെ കഠിനകരമായ ജീവിതമാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, യേശു ക്രിസ്തുവിന് നിങ്ങൾ രക്തസാക്ഷിയാകാൻ ഒരു നിമിഷം മതി. എന്നാൽ ജീവിത വസ്ത്രത്തിൽ വിശുദ്ധി സൂക്ഷിച്ച്, ജീവിത വസ്ത്രത്തിൽ കളങ്കം പറ്റാതെ അവസാനത്തോളം യേശുവിനായി നിൽക്കുക എന്നുള്ളത്
അതികഠിനമായ ആത്മപ്രയത്നമുള്ളതുമായ കാര്യമാണ്. ദൈവം അതിനായി ഒരുക്കട്ടെ. അധർമ്മം പെരുകുന്നുണ്ട്, പലരുടെയും സ്നേഹം തണുക്കുന്നു. മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ, ബഹുമാനിക്കുവാൻ, കരുതുവാൻ, യേശുക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് അനുഭവപ്പെടുവാൻ ഈ പ്രഭാഷണ കേൾവി ആളുടെയും ഇടയാകട്ടെ. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുമില്ല. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഈ പ്രഭാഷണ കേൾവി നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ. വിശുദ്ധിയെ തികയ്ക്കാം. കർത്താവിൻ്റെ വരവിനായി നോക്കി പാർക്കാം. ലോകമെങ്ങുമായി ഈ പ്രഭാഷണം കേൾക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ അകാരണമായി പീഡിപ്പിക്കുന്നവരുണ്ടോ? വേദനിപ്പിക്കുന്നവരുണ്ടോ? കുത്തുവാക്കുകൾ പറയുന്നവരുണ്ടോ? ദൈവസഭയെ ആശ്വാസം കിട്ടേണ്ട ഇടമാ. ആശ്വാസം കിട്ടേണ്ട ഇടത്തു നിന്ന് പോലും നിങ്ങൾക്ക് ആശ്വാസം കിട്ടാതെ പോകുന്നുണ്ടോ? നിങ്ങൾ ഭാരപ്പെടേണ്ടതില്ല. പ്രിയൻ്റെ മാർബിൾ ചാരുക, യേശുവിനോട് ചേർന്ന് നിൽക്കുക. യേശു നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ. യേശു നിങ്ങളെ ധൈര്യപ്പെടുത്തട്ടെ. കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ ഭയമെന്തിന്? വേറെ ആരും കൂടിയില്ലെങ്കിൽ യേശു കൂടെ ഉണ്ടെങ്കിൽ ജയം നിങ്ങൾക്കാണ്. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾ പിടിപെട്ടു പോകരുത്. യേശുവിൻ്റെ മാർവോട് ചാരിയിരിക്കുക. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, സ്വർഗ്ഗപിതാവേ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വചനം കേൾക്കുന്ന പ്രിയവർക്കായി സ്തോത്രം. നഷ്ടപ്പെടാതെ ഞങ്ങളുടെ വിശ്വാസം കേൾക്കുവാൻ, വിശ്വാസ നായകനും പൂർത്തിവരുന്നതുമായ യേശുവിനെ നോക്കുവാൻ, പ്രാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോടും എതിർത്ത് നിൽക്കുവാൻ, യേശുവിൻ്റെ വരവിനായി ഒരുക്കപ്പെടുവാൻ ഈ പ്രഭാഷണം കേൾക്കുന്ന എല്ലാവരെയും കർത്താവ് ഒരുക്കണമേ. ദൈവസഭകളെ ഉണർത്തണമേ. കാലത്തെ വിവേചിപ്പാൻ ദൈവസഭകൾക്ക് കൃപ നൽകണമേ. കർത്താവെ, പ്രമാണത്തിന് വേണ്ടി, വിശുദ്ധിക്ക് വേണ്ടി, സത്യത്തിന് വേണ്ടി ഒരു ന്യൂനപക്ഷമേ ഉള്ളെങ്കിലും അവരോടൊപ്പം നിൽപ്പാൻ ഞങ്ങൾ ഒരുക്കണമേ. നിന്റെ ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ, നിന്റെ കൃപ ഇപ്പോൾ വ്യാപരിക്കട്ടെ, നിന്റെ ബലം ഇപ്പോൾ വ്യാപരിക്കട്ടെ. നീ അത്ഭുതങ്ങൾ ചെയ്യുന്നോർത്ത് സ്തോത്രം. നിരാശപ്പെട്ടവരായി, ഭാരമുള്ളവരായി, രോഗികളായി പ്രഭാഷണം കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, മുറിവേറ്റവരായി ഉണ്ടെങ്കിൽ ദൈവകരം തൊട്ടവരെ ആശ്വസിപ്പിക്കുകയും വിടുവിക്കുകയും ചെയ്യണം. നമ്മുടെ കരം വെളിപ്പെടുന്നോർത്ത് സ്തോത്രം. പ്രാർത്ഥന കേട്ടനായി സ്തുതിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ചയിൽ ഇതേ സമയത്ത് ഈ പ്രഭാഷണം കേൾക്കാൻ നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ സ്നേഹിതരോടും ഇതിനെക്കുറിച്ച് പറയുക. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ദൈവകൃപയിൽ ആശ്രയിച്ച് പാസ്റ്റർ ബി മോനച്ചൻ രചിച്ച ഇതാ നോഹയുടെ കാലം, ബൈബിൾ പ്രഭാഷണങ്ങൾ, മഹാനിയോഗം, ഞാൻ വണങ്ങും ദൈവം, യഹോവ ഭക്തന്റെ കുടുംബം, ദൈവിക ന്യായവിധികൾ തുടങ്ങിയ പുസ്തകങ്ങൾ അനേകരിൽ സ്വാധീനം ചെലുത്തുന്നു, അനേകർക്ക് രൂപാന്തരം വരുത്തുന്നു. ഇവയിൽ ഇപ്പോൾ ലഭ്യമാകുന്ന 4 പുസ്തകങ്ങൾ യഹോവ ഭക്തന്റെ കുടുംബം, ദൈവിക ന്യായവിധികൾ, ഞാൻ വണങ്ങും ദൈവം, സമയമെടുത്തു തുടങ്ങിയവയാണ്. ഈ പുസ്തകങ്ങൾ നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിൻ്റെയും ആത്മീക വർധനയ്ക്ക് ഉതകുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഈ പുസ്തകങ്ങൾ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ താഴെ കാണുന്ന വിലാസത്തിലോ ഞങ്ങളുടെ ഫോൺ നമ്പറിലോ ബന്ധപ്പെടുക. ഞങ്ങളുടെ വിലാസം: പാസ്റ്റർ ബി മോനച്ചൻ, ഫെയ്ത്ത് ഗോസ്പൽ മിനിസ്ട്രി, എരുവ ഈസ്റ്റ് PO, കായംകുളം. ഫോൺ 9744992186, 9656601321, 8547649440.